ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഇപ്പോൾ ചർച്ചാ വിഷയം ജാസ്മിൻ ജാഫറാണ്. ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദമാണ് ചർച്ചകളുടെ ഉറവിടം. അകത്തും പുറത്തും ഈ സൗഹൃദം വിമർശിക്കപ്പെടുന്നുണ്ട്. ഇതിനിടെ ജാസ്മിന് വീട്ടിൽ നിന്നും വന്ന ഫോൺ കോളുകളും തുടർന്ന് ജാസ്മിന്റെ ഗെയിമിൽ വന്ന മാറ്റവുമെല്ലാം ചർച്ചയാകുന്നുണ്ട്. ജാസ്മിനെ വിമർശിച്ചും അനുകൂലിച്ചും സോഷ്യൽ മീഡിയ ചേരിതിരിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ ഇപ്പോഴിതാ ജാസ്മിനെതിരെയുള്ള വിമർശനങ്ങളെക്കുറിച്ചുള്ള ഒരു കുറിപ്പ് ശ്രദ്ധ നേടുകയാണ്. എന്തുകൊണ്ടാണ് ജാസ്മിന് മാത്രം ഇത്രയും ഹേറ്റേഴ്സ് എന്നാണ് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ചൊരു കുറിപ്പ് ചോദിക്കുന്നത്. രജിത്തിനും റോബിനും ഒന്നുമില്ലാതിരുന്ന ഹേറ്റേഴ്സാണ് ജാസ്മിൻ ഉള്ളത് എന്നാണ് കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രമാത്രം ഹേറ്റേഴ്സ് ഉണ്ടാകാൻ ജാസ്മിൻ എന്താണ് ചെയ്തത് എന്ന് ഒട്ടും മനസ്സിലാകുന്നില്ല. റോക്കിയെ പോലെ അഗ്രസീവായി സെറ്റ് പ്രോപ്പർട്ടി തല്ലിപ്പൊളിക്കുകയോ അടിച്ചു പല്ലുകൊഴിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. ഋഷിയെ പോലെ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുകയോ പുറത്തിറങ്ങിയ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടില്ല ആരെയും. ആകെ ചെയ്തത് ഗബ്രിയുടെ കൂടെ ഫുൾ ടൈം ഇരിക്കുന്നു എന്നതാണെന്ന് കുറിപ്പിൽ പറയുന്നു. അതവരുടെ സ്ട്രാറ്റജി തന്നെയാണ്. പോസിറ്റീവായിട്ടായാലും നെഗറ്റീവായിട്ടായാലും ടോക്ക് മുഴുവൻ ജബ്രിയെക്കുറിച്ചാക്കുക എന്നതാണ് അവരുടെ സ്ട്രാറ്റജി. അതുതന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും. കണ്ടന്റ് ഉണ്ടാക്കുകയും സ്ക്രീൻ സ്പേസ് മാക്സിമം നേടിയെടുക്കുകയും ചെയ്യുക എന്നത് തന്നെയല്ലേ ഈ ഗെയിമിൻ്റെ മെയിൻ സ്ട്രാറ്റജി. ഇഷ്ടമുള്ളവർ വോട്ട് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവർ അവോയ്ഡ് ചെയ്തു വിടുക. അത് ചെയ്താൽ പോരെ. അല്ലാതെ ഇങ്ങനെ കേട്ടാൽ അറക്കുന്ന രീതിയിൽ തെറി വിളിച്ച് നടക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും ആരാധകർ പറയുന്നു. രജിത് സാറിന്റെ ഹൗസ് മേറ്റ്സിനെ മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പ്രശ്നമല്ലായിരുന്നു. റോബിന്റെ അലറൽ കം ലവ് സ്ട്രാറ്റജി പ്രശ്നമല്ലായിരുന്നു. ദിൽഷയുടെ ബ്ലെസ്ലി ബ്രദർ റോബിൻ ബെസ്റ്റ് ഫ്രണ്ട് സ്ട്രാറ്റജി പ്രശ്നമില്ലായിരുന്നു. എന്തിലധികം പറയുന്നു, സൂര്യയുടെ വൺ വേ ടോക്സിക് ലവിന് പോലും ഇവിടെ ഫാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ജാസ്മിൻ ഗബ്രിയുടെ കൂടെ ഇരിക്കുന്നത് മാത്രം പ്രശ്നമെന്നാണ് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. സ്ക്രീൻ സ്പേസ് മുഴുവൻ ജബ്രിക്ക് കിട്ടി പുറത്തവർ ദിൽറോബ് പോലെയും പേളിഷ് പോലെയും ഒക്കെ ആഘോഷിക്കപ്പെടുന്നുണ്ടാകാമെന്ന് തെറ്റിദ്ധരിച്ച് വീട്ടിനകത്തുള്ളവർക്ക് അവരോട് ദേഷ്യം തോന്നുന്നത് മനസ്സിലാക്കാം. തെറി വിളിച്ച് നടക്കുന്ന പുറത്തുള്ളവരുടെ മാനസികാവസ്ഥയാണ് മനസ്സിലാകാത്തത് എന്നും ആരാധകൻ ഈ കുറിപ്പിൽ പറയുന്നു. ഇന്നലെ മുതൽ കേൾക്കുന്ന പുതിയ പരാതിയാണ് ബിഗ് ബോസ് ജാസ്മിനോട് ഫേവറിസം കാണിച്ചു, വീട്ടിൽ നിന്നുള്ള കോൾ കൊടുത്ത് എല്ലാം അറിയിച്ചു എന്ന്. ബിഗ് ബോസോ ചാനലോ അങ്ങനെ ഒരാളോട് ഫേവറിസം കാണിക്കില്ല. അങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും അറിയാതെ അവർക്ക് കാണിക്കാനും പറ്റും. അതിന് ഇന്നലത്തെ പോലെ കോൾ കട്ട് ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് കുറിപ്പിൽ പറയുന്നത്. ഇതിപ്പോൾ ജാസ്മിൻ്റെ ഉള്ള നെഗറ്റീവ് കൂട്ടാൻ വേണ്ടി ചെയ്തതാണോ എന്നാണ് സംശയിക്കേണ്ടത്. അല്ലാതെ ജാസ്മിൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ലല്ലോ വീട്ടിൽ നിന്നുള്ള കോള് കണക്ട് ചെയ്തു തരാൻ. 24/7 ലൈവ് കാണുന്ന പലരുടെയും വിചാരം അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. പല എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞാണ് ലൈവും കാണിക്കുന്നത് എന്നും ഈ കുറിപ്പിൽ പറയുന്നു. എന്തായാലും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം ഏകദേശം വേർപിരിഞ്ഞ പോലെയാണ്. ഇരുവരും ഇരിക്കുന്നതൊക്കെ മാറി തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഇതുതന്നെയാണ്. വരും ദിവസങ്ങളിൽ വീടിനുള്ളിൽ എന്തായിരിക്കും നടക്കുക എന്ന് കണ്ടു തന്നെ അറിയാം.